റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ലെസണാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55-ന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രൊജക്റ്റ് ഇതാണ്: ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവരി പവർ ഓഫ് 10 ഈസ് 0. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ പവർ ഓഫ് 5? വാട്ട് അബൌട്ട് 6? ടെക്സ്റ്റ് ബുക്കിലെ പ്രൊജക്റ്റിന് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുകളുടെ ആൻസർ നോക്കാം. 10ന്റെ എല്ലാ പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. നമുക്കറിയാം പവേഴ്സ് എന്തൊക്കെയാണ്: 10, 100, 1000, 10,000 എക്സെട്ര. അപ്പോൾ 10ന്റെ എല്ലാ പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ പവർ ഓഫ് 5? 5ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 5ന്റെ പവേഴ്സ് എഴുതി നോക്കാം. 5ന്റെ പവേഴ്സ് ഫസ്റ്റ് 5 raised to 1 5, നെക്സ്റ്റ് 5 raised to 2 5 square 25, നെക്സ്റ്റ് 5 raised to 125, 5 raised to 4 625 എക്സെട്ര. അപ്പോൾ 5ന്റെ എല്ലാ പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവരി പവർ ഓഫ് 5 ഈസ് 5. നെക്സ്റ്റ് വാട്ട് അബൌട്ട് 6? 6ന്റെ പവേഴ്സ് എഴുതി നോക്കാം. 6 raised to 1 6, 6 raised to 2 36, 6 raised to 3 216, 6 raised to 4 1296 എക്സെട്ര. അപ്പോൾ 6ന്റെ പവേഴ്സ് ഒക്കെ എൻഡ് ചെയ്യുന്നത് 6. ഇത് 6 എല്ലാ പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അപ്പോൾ 10ന്റെ എല്ലാ പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 5ന്റെ എല്ലാ പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 6ന്റെ എല്ലാ പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഈ 3 നമ്പേഴ്സിന്റെയും എല്ലാ പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സിന്റെ ഒക്കെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അത് നമുക്ക് നോക്കി നോക്കാം. പ്രൊജക്റ്റിന്റെ അടുത്ത പാർട്ട്: ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് പവേഴ്സ് ഓഫ് 4. ആർ ദേ ഓൾ സെയിം? വാട്ട് ആർ ദ ലാസ്റ്റ് ഡിജിറ്റ്സ്? ചെക്ക് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് പവേഴ്സ് ഓഫ് അതർ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കണ്ടത് 10ന്റെ 5ന്റെ 6ന്റെ ഇതിൻ്റെയൊക്കെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആ സെയിം നമ്പർ തന്നെ. 10 0ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ 0ലാണ് എല്ലാ പവറും അവസാനിക്കുന്നത്. നെക്സ്റ്റ് 6ന്റെയും അതുപോലെ തന്നെ 5ന്റെയും അതുപോലെ. അങ്ങനെയാണെങ്കിൽ 4ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അങ്ങനെ എല്ലാ നമ്പേഴ്സും സെയിം ആയിരിക്കുമോ എന്നാണ്. അപ്പൊ നമുക്ക് 4ന്റെ പവേഴ്സ് എഴുതുന്നു. അപ്പൊ 4ന്റെ പവേഴ്സ് 4 square 16, 4 cube 64, 4 raised to 4 256 എക്സെട്ര കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ 4ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആദ്യം 4 6 വീണ്ടും 4 6 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ 4ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 4 ആവാം അല്ലെങ്കിൽ 6 ആവാം. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവരി പവർ ഓഫ് 4 ഈസ് 4 or 6. 4 or 6 ആവാം. ഇനി ഇവിടെ നോക്കുക. 4 raised to 1 4 ആണ്. 4 raised to 2 16 ആണ്. ദാറ്റ് മീൻസ് ends in 6. 4 raised to 3 ends in 4. 4 raised to 4 ends in 6. അപ്പോൾ ഇവിടെ 4 raised to 1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. 4 raised to 3 ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് പവേഴ്സ് ഒക്കെ 4ലാണ് അവസാനിക്കുന്നത്. ഈവൻ പവേഴ്സോ 6ലാണ് അവസാനിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഓഡ് പവേഴ്സ് ഓഫ് 4 ends in 4 and even powers of 4 ends in 6. 4ന്റെ ഏത് പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 4 raised to 100 അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 100 is an even number. Even number ends in 6. Therefore last digit of 4 raised to 100 is 6. Next 4 raised to 51. 4 raised to 51ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഓഡ് പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 4 raised to 51ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. 4 raised to 36. 36 is an even number. Therefore 4 raised to 36 is ends in 6. ഈവൻ നമ്പർ ആണെങ്കിൽ 6ൽ അവസാനിക്കും. എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ 4ൽ അവസാനിക്കും. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ: ചെക്ക് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് പവേഴ്സ് ഓഫ് അതർ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് 10ന്റെ 5ന്റെ
6ന്റെ 4ന്റെ. ഇനിയുള്ള എല്ലാ സിംഗിൾ ഡിജിറ്റിന്റെയും പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 9ന്റെ പവേഴ്സ് ആണ് എഴുതി നോക്കുന്നത്. 9ന്റെ പവേഴ്സ് എഴുതി 9 raised to 1 9, 9 raised to 2 81, 9 raised to 3 729, 9 raised to 4 2561 അങ്ങനെ കണ്ടിന്യൂ ആകും. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 9 വന്നിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 1, അഗൈൻ റിപ്പീറ്റ് 9 1 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഇവിടെ നേരത്തെ 4ന്റെ പോലെ തന്നെ 9ന്റെ ഓഡ് പവേഴ്സ്, ഇത് ഓഡ് പവർ ആണ്, ഇത് ഓഡ് പവർ ആണ്, അടുത്തത് ഓഡ് പവർ ആണ്. അപ്പൊ 9ന്റെ ഓഡ് പവേഴ്സ് ഒക്കെ എൻഡിങ് വിത്ത് 9 ആൻഡ് ഈവൺ പവേഴ്സ്, ഇത് ഈവൺ ആണ്, ഇതും ഈവൺ ആണ്. ഈവൺ പവേഴ്സ് എൻഡ് വിത്ത് 1. അപ്പൊ ഓഡ് പവേഴ്സ് ഓഫ് 9 ends in 9 and even powers of 9 ends in 1. അപ്പൊ 9ന്റെ ഏത് പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. 9 raised to 100, 9 raised to 100ലെ എക്സ്പോണന്റ് 100 ആണ്. 100 is an even number, therefore we can say that last digit of 9 raised to 100 is 1. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെന്ന് പറയാം. ഈവൺ പവറിന്റെ ഒക്കെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 9 raised to 27, what is the last digit? 27 ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് നമ്പർ ends in 9, therefore last digit of 9 raised to 27 is 9. അടുത്തത് നമുക്ക് പവേഴ്സ് ഓഫ് 2 നോക്കാം. 2ന്റെ പവേഴ്സ് എഴുതുമ്പോൾ 2 raised to 1 2, 2 raised to 2 4, 2 raised to 3 8, 2 raised to 4 16, 2 raised to 5 32, 2 raised to 6 64, next 128 256 etc. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്സ് നോക്കിയപ്പോൾ 2 raised to 1 2, ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 2 raised to 1 എന്ന് പറയുന്നത് 2 ആണ്. 2 raised to 2 ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 2 raised to 3 ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. 2 raised to 4 ന്റെ ലാസ്റ്റ് ഡിജിറ്റ് ends with ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ 2 raised to 4 16 ആണ്, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ 6 ആണ്. നെക്സ്റ്റ് 2 raised to 5 ends with 2, 2 raised to 6 ends with 4 64, 2 raised to 7 ends with 8, 2 raised to 8 ends with 6. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കി അറിയാം. 2 4 8 6 അഗൈൻ റിപ്പീറ്റ് ചെയ്യണു. ഈ 2 raised to 9 ആണെങ്കിൽ 2 raised to 9ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? ഇവിടെ 6 അവസാനിച്ച് ഇവിടെ 2 ആയിരിക്കും. 2 raised to 10ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അടുത്ത നമ്പർ 4ലാണ് ആയിരിക്കും. നെക്സ്റ്റ് 2 raised to 11ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. 2 raised to 12ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. 2ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 4 8 6 ഇത് ഏതെങ്കിലും ആയിരിക്കും നമുക്ക് ഉറപ്പാണ്. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ 2 raised to 4 ends with 6, 2 raised to 8 6ലാണ് അവസാനിക്കുന്നത്, 2 raised to 12 6ലാണ് അവസാനം. അതിൻ്റെയൊക്കെ എക്സ്പോണന്റ് നോക്കി നോക്കി. അതിൻ്റെയൊക്കെ എക്സ്പോണന്റ് എങ്ങനെ ഇരിക്കണം? ഒന്ന് 4, നെക്സ്റ്റ് 8 നെക്സ്റ്റ് 12, 4 8 12 ഇതൊക്കെ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 2 raised to എന്ന് പറഞ്ഞിട്ട് എക്സ്പോണന്റ് 4ന്റെ മൾട്ടിപ്പിൾ വന്നാല് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. 2 raised to 12 2 raised to 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. എക്സ്പോണന്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 2 raised to that power is 6. ഇനി 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിലോ? നെക്സ്റ്റ് 2 raised to 5, അവിടെ എക്സ്പോണന്റ് 5 ആണ്, 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ റിമൈൻഡർ 1 ആണ്. എക്സ്പോണന്റ് 5 ആയ എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ 1 ആവുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. അടുത്തത് 2 raised to 9 നോക്കി. 2 raised to 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 2 times 8 1 റിമൈൻഡർ 1. അപ്പൊ എക്സ്പോണന്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ
ആ 2ന്റെ പവർ എൻസ് വിത്ത് 2. 2 raised to 6. 2 raised to 6ലെ എക്സ്പോണന്റ് 6 ആണ്. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈം റിമൈൻഡർ 2. അപ്പൊ അതുപോലെ 2 raised to 10 ന്റെ എക്സ്പോണന്റ് 10. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 2 ടൈംസ് 8, 2 റിമൈൻഡർ. ഇവിടെ രണ്ട് സ്ഥലത്തും 2 ആണ് റിമൈൻഡർ വന്നത്. 2 റിമൈൻഡർ വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ 2ന്റെ പവറിന്റെ എക്സ്പോണന്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ എന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. 2 raised to 7. 2 raised to 7നെ 7നെ ഡിവൈഡ് ചെയ്ത് നോക്കി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, 1 ടൈം 4, 3 റിമൈൻഡർ. 2 raised to 7, 2 raised to 11 നോക്കി, 2 raised to 11, 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, 4 into 2 8, 3 റിമൈൻഡർ. ഈ രണ്ട് കേസിലും 3 ആണ് റിമൈൻഡർ. 3 റിമൈൻഡർ വന്നപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായി? 8. ഇവിടെ 2 raised to 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 തന്നെ, ലാസ്റ്റ് ഡിജിറ്റ് 8. അപ്പൊ നമുക്ക് 2ന്റെ ഒരു പവർ തന്നാൽ എങ്ങനെയാണ് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക? 2 raised to 32. 2 raised to 32 അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണം. 2 raised to 32ന്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പോണന്റ് 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 8 ആണ് ആൻസർ, റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആവുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഇത് റിമൈൻഡർ 0 ആയാലുള്ള ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. റിമൈൻഡർ 0 ആയാൽ ലാസ്റ്റ് ഡിജിറ്റ് that means last digit of 2 raised to 32 is 6. 2 raised to 37ന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് ഇത്. 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 into 4 36, 1 റിമൈൻഡർ വന്നു. ബൈ 4 ചെയ്തപ്പോൾ റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ 1 ആവുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? റിമൈൻഡർ 1 ആവുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 2 raised to 37 എന്ന് പറയുന്നത് 2 ആണ്. എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും. ഇതുവരെ പഠിച്ച് നമുക്ക് ഒന്നുകൂടി നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് പവേഴ്സ് ഓഫ് 2ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് എന്താണ്? 2, 4, 8, 6 ഇങ്ങനെയുള്ള 4 ഡിജിറ്റ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ നമ്പറിന്റെയും നോക്കണമെങ്കിൽ എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ ആ പവറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ഇനി എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. എക്സ്പോണന്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് 3. 3 raised to 1 3, 3 raised to 2 9, 3 raised to 3 27, 3 raised to 4 81. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആണ് നോക്കുന്നത്. 3 raised to 1 ends with 3, that means 3 ആണ്. അപ്പോൾ ends 9, ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. 3 raised to 4 ends in 1. 3 raised to 5ന്റെ ലാസ്റ്റ് ഡിജിറ്റ് again 3, 9, 7, 1. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്സ് 3, 9, 7, 1 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 3, 9, 7, 1. അങ്ങനെയാണെങ്കിൽ 3 raised to 9ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 3 raised to 9ന്റെ 1 കഴിഞ്ഞ again 3, അപ്പോൾ ends in 3 ആയിരിക്കും. 3 raised to 10ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഈ 9 തന്നെയായിരിക്കും. 3 raised to 11ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 7 ആയിരിക്കും. 3 raised to 12ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 3യുടെ പവേഴ്സ് എൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഡിജിറ്റിലാണ്? 3, 9, 7, 1. ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് പവേഴ്സ് ഓഫ് 3 ആർ 3, 9, 7, 1. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. നേരത്തെ 2ന്റെ പവേഴ്സ് ചെയ്തതുപോലെ എക്സ്പോണന്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. 2 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 3 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. 0 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 3യുടെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 3, 9, 7, 1. ഇനി എക്സ്പോണന്റ്
4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ 3ന്റെ പവറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. റിമൈൻഡർ 2 ആണെങ്കിൽ 3ന്റെ പവറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9. റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 7. റിമൈൻഡർ 0 ആവുമ്പോൾ 1. അങ്ങനെയാണെങ്കിൽ 3 raised to 27. 3 raised to 27ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? നമ്മൾ എന്ത് വേണം? എക്സ്പോണന്റ് 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ഡിവൈഡഡ് ബൈ 4, 6 into 4 24. റിമൈൻഡർ 3 കിട്ടി. റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. ഇവിടെ നമുക്ക് റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. അപ്പോൾ 3 raised to 27ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. നെക്സ്റ്റ് 3 raised to 200. 3 raised to 200ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കാൻ എന്ത് വേണം? എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 200നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 20, 0, 0, 0, 0. റിമൈൻഡർ 0. ദാറ്റ് മീൻസ് 200 is a multiple of 4. റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഇവിടെ റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 1. ഇത് നോക്കണമെങ്കിൽ ആദ്യത്തെ 4 പവേഴ്സ് നോക്കിയാൽ ഈ ആൻസർ കിട്ടും. 3 raised to 1 3, 3 square 9, 3 raised to 3 27, 3 raised to 4 81. അത് നോക്കി കഴിഞ്ഞാൽ ഈ 3971 കിട്ടും. 3 raised to 49 അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 3 raised to 49ന്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ 49 ഡിവൈഡഡ് ബൈ 4. 4 1 time 4 9 9ലെ 4 into 2 8 1 റിമൈൻഡർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ നമുക്ക് റിമൈൻഡർ 1 ആണെങ്കിൽ 3. നെക്സ്റ്റ് നമുക്ക് 7ന്റെ പവേഴ്സ് നോക്കാം. 7ന്റെ പവേഴ്സ് 7 raised to 1 7, 7 raised to 2 49, 7 raised to 3 343, 7 raised to 4 2401, 7 raised to 5 16807. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെയാ? ഇവിടെ 7ല്, നെക്സ്റ്റ് നമ്പർ 9ൽ അവസാനിക്കുന്നു, നെക്സ്റ്റിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3, നെക്സ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് 1, നെക്സ്റ്റ് വീണ്ടും 7 9 3 1 റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 7ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും? ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. 7ഓ 9ഓ 3ഓ 1ഓ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഇനി എങ്ങനെയാണ് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക? 7ന്റെ പവറിനെ അതായത് എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുകയാണെങ്കിൽ 7 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. റിമൈൻഡർ 2 കിട്ടുകയാണെങ്കിൽ 9 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. റിമൈൻഡർ 3 ആണെങ്കിൽ 3 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. നെക്സ്റ്റ് റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അതായത് ഇത് 7 raised to 1 ആണ്, 7 raised to 2 ആണ്, 7 raised to 3 ആണ്, 7 raised to 4 ആണ്. അപ്പോൾ നമുക്ക് ഇനി എക്സാമ്പിൾ നോക്കാം. 7 raised to 32. 7 raised to 32ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഇപ്പൊ എന്ത് വേണം? എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 8. അതായത് ഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 7 raised to 32ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 7 raised to 18. 7 raised to 18ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും എന്ന് അറിയാൻ എന്ത് വേണം? എക്സ്പോണന്റ് 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 into 4 16, 2 റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ ഏതായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്? റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. അപ്പോൾ 7 raised to 18ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9. 7ന്റെ എല്ലാ പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് 8ന്റെ പവേഴ്സ്. 8ന്റെ പവേഴ്സിൽ 8 64 512 4096 32768. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്സ് നോക്കി. ലാസ്റ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ലാസ്റ്റ് ഡിജിറ്റ്സ് 8, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 4, നെക്സ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് 2, നെക്സ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് 6, അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി 8 4 2 6. അപ്പോൾ 8 4 2 6. അപ്പോൾ സെയിം ഇതിന് മുന്നേ ചെയ്ത പോലെ എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 8, റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4, റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 2,
റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6. അങ്ങനെയാണെങ്കിൽ 8 raised to 41 അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 41നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 1 4 1 0 0 1 is the remainder. 1 റിമൈൻഡർ വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8. നമ്മൾ എല്ലാ നമ്പറിന്റെയും പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ്സ് ഇപ്പോൾ കണ്ടു. 2ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 4 8 6, 3യുടെ 3 9 7 1, 4ന്റെ 4 6 5 5 6 6 7 7 9 3 1 8 8 4 2 6 9 9 1 10 0. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 2 raised to 100? ഇത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഈ 4 ഡിജിറ്റ് വരുന്നത് ഒക്കെ ആദ്യം എക്സ്പോണന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത്, 2 വരുന്നത്, 3 വരുന്നത്, 0 വരുന്നത്. അപ്പൊ 2 raised to 100ല് 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 25 ആണ്. അതായത് റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഏത് പവറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് ഇത് നോക്കിയാൽ എഴുതാൻ പറ്റും. 3 raised to 44. 3 raised to 44ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അപ്പൊ എക്സ്പോണന്റ് നോക്കി 44 ഡിവൈഡഡ് ബൈ 4. 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 0 4 1 4 0. റിമൈൻഡർ 0 ആണ്. അപ്പൊ 3യുടെ ടേബിൾ നോക്കി. റിമൈൻഡർ 1 വരുന്നതാണ് ഇവിടെ. 1 2 3 0 ഇങ്ങനെയാണ് ഓർഡർ. 3 9 7 1 2 3 0. അപ്പൊ റിമൈൻഡർ 0 ആകുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 3 raised to 44ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 6 raised to 8ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6ന്റെ എല്ലാ പവേഴ്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 6 raised to 8ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. നെക്സ്റ്റ് 4 raised to 22. 4 raised to 22ന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം. ആദ്യം 4ന്റെ പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കി. 4ലും 6ലും ആണ് അവസാനിക്കുന്നത്. അപ്പൊ 4 raised to 22 എന്ന് പറയുന്നത് 22 ഈവൻ പവർ ആണ്. ഈവൻ പവർ ends in 6. The odd powers ends in 4 and even powers ends in 6. അതുപോലെ സെയിം 9ന്റെ പവേഴ്സില് odd powers ends in 9, even powers ends in 1. അങ്ങനെയാണെങ്കിൽ 9 raised to 31. 9 raised to 31ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 31 is an odd number, therefore ends in 9. അപ്പൊ നമുക്ക് എല്ലാ നമ്പേഴ്സിന്റെയും പവേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലാസ്റ്റ് ഡിജിറ്റ്സ് ഇത് നോക്കി വെച്ചാൽ മതി.